ഹായ് മക്കളെ. അപ്പോഴേ എല്ലാ മക്കൾക്കും അമ്മയുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാം രാവിലെ എണീറ്റോ, ചായ കുടിച്ചോ? അപ്പോൾ അമ്മ 2 ദിവസം നമ്മൾ വീഡിയോ ഇട്ടില്ല. വേറെ ഒന്നുമല്ല, ചെറിയൊരു അലർജി വന്നു മുഖത്ത്. അപ്പോൾ കുഴമ്പിട്ടേക്കുക. പിന്നെ എല്ലാം പറഞ്ഞാൽ ചായ കുടിച്ചോ, കാപ്പിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അമ്മ രാവിലെ ചായ കുടിച്ചിട്ടുണ്ട്, അത് എടുത്തിട്ടില്ല കേട്ടോ. അപ്പം അമ്മ കാപ്പി ഇതാണ്, ഇഡലിയാണ് ഉണ്ടാക്കിയത്. ഇഡലി പിന്നെ സൂപ്പർ സാമ്പാറും ഉണ്ട്, അടിപൊളി സാമ്പാറും. ഇപ്പോൾ ഇഡലി സാമ്പാറും ഉണ്ടാക്കി. പിന്നെ നമ്മൾ അരി അതെ തിളപ്പിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇത് കപ്പ വേവിച്ചിട്ട്. പിന്നെ നമുക്ക് കിട്ടിയ മീനെന്ന് പറയുന്നത് കൊഞ്ച് പൊന്നാരം, ഇത് രണ്ടുമാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളത് കറി വെക്കാനായിട്ട് കാണിക്കാം. അപ്പോഴേ നമ്മൾ കാപ്പി കുടിക്കാൻ പോവുക. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ? അപ്പം ഇഡലി സാമ്പാർ കഴിക്കട്ടെ. അപ്പോഴേ അമ്മ ഇഡലിയൊക്കെ എടുത്തിട്ട് കേട്ടോ. 4 ഇഡലി എടുത്തിട്ടുണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സാമ്പാർ കഴിക്കാം കേട്ടോ. നല്ല ചൂട് സാമ്പാർ അങ്ങോട്ട് നമുക്ക് ഇഡലിയുടെ പുറത്തോട്ട് ഒഴിക്കാം. കണ്ടോ, ചൂട് സാമ്പാറും ചമ്മന്തിപ്പൊടി ഇഡലി. അപ്പോൾ ഇതാണ് നമ്മൾ രാവിലെ കഴിക്കുന്നത്. നമ്മൾ കഴിച്ച് നോക്കാം. ആദ്യം കുറച്ച് ഇഡലി എടുത്തിട്ട് ചൂട് സാമ്പാർ, രണ്ടും ചൂടാട്ടോ. നമുക്ക് ചമ്മന്തിപ്പൊടി നോക്കി സൂപ്പർ. അപ്പം കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ മീനൊക്കെ നുള്ളി വെച്ചേ, കൊഞ്ചൊക്കെ നമ്മൾ കണ്ട നുള്ളി കഴുകി വെച്ച്. പിന്നെ പൊന്നാരം കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കറി വെക്കാൻ പോവുക, പൊന്നാരം മുളക് കറി വെക്കാൻ പോവല്ലേ. നമ്മളെല്ലാം ഇട്ടാണ് വെക്കുന്നത്. കൊച്ചുള്ളി, അടക്കമ്പുളി ഒരെണ്ണം കഴുകി കീറി വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 കഷ്ണം വെളുത്തുള്ളി, ഇച്ചിരി കറിവേപ്പില. അപ്പോൾ ഇത്രയാണ് അമ്മ കൊഞ്ച് വറുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മീൻ വറുക്കാനായിട്ട് കൊഞ്ച് വറുക്കാനായിട്ട് അതിനകത്തോട്ട് 1 സ്പൂൺ ഉപ്പിട്ട് പിന്നെ 2 കഷ്ണം ഇഞ്ചി ഇടും. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളി, പിന്നെ 2 കറിവേപ്പില, ഇത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടികളാണ് ഇടുന്നത്. അതായത് കൊഞ്ചിന് വേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയില്ല, പിന്നെ ലേശം മല്ലിപ്പൊടി. ഇത്ര ഇട്ട് അമ്മ കൊഞ്ചിനുള്ളതാണ്. നമുക്ക് മസാല വെച്ച് വെക്കാം. നല്ലോണം വറുക്കാൻ വേണ്ടി മസാല വരട്ടി വെക്കാം. എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ലേശം ഉപ്പ് കുറവുണ്ടേ. നമുക്ക് ഇച്ചിരി ഉപ്പ് നീരൂടെ വയ്ക്കാം. ഒഴിച്ചിട്ട് വറുക്കാൻ വേണ്ടി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാൻ വെച്ചിട്ടുണ്ട് വറുക്കാനുള്ള. പാനമ്മ വെച്ചിട്ടുണ്ട്. ചട്ടിയും വെച്ചിട്ടുണ്ട് കറിക്കുള്ള. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. ആദ്യം വറുക്കാനുള്ള എണ്ണ ഒഴിക്കാം, മറ്റെണ്ണ ഇത് വറുക്കാം. അപ്പം അമ്മ ഈ കൊഞ്ച് വറുക്കാൻ വേണ്ടി വെച്ചിട്ട് സ്വല്പം കോൺഫ്ലവർ കൂടെ ഇടുക കേട്ടോ. സ്വല്പം കോൺഫ്ലവർ കൂടെ നമുക്ക് അതിനകത്തോട്ടിട്ട് പുരട്ടി കൊടുക്കാം. വേണ്ട, ചെറിയ 1 സ്പൂൺ കോൺഫ്ലവർ ഇടാം. കണ്ടോ, ഇതിട്ട് നമുക്ക് ഈ കൊഞ്ച് വറുക്കാനുള്ളതിനകത്ത് പുരട്ടാം. കണ്ടോ, പുരട്ടി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കേ പുരട്ടി നമുക്ക് ഇതിനകത്ത് കൊഞ്ചിട്ടിട്ട് നമുക്ക് കറക്കുള്ളതാണേ. നമ്മളെ കൊഞ്ച് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ, തേങ്ങ ഒഴിച്ചത്. അപ്പം അത് കറക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൊഞ്ചിൻ്റെ ഇടാം. കണ്ടോ, നിരത്തി ഇട്ട് കൊടുക്കണം. കൊഞ്ച് ഇടയ്ക്ക് നമ്മൾ മൊരിഞ്ഞോളും. എന്താ നിരത്തി ഇട്ട് കൊടുത്ത് കൊഞ്ച് ഇടക്കിടന്ന് മൊരിയട്ടെ. നമുക്ക് ഈ മസാല എല്ലാം കൊടുത്തിട്ട് നോക്കിക്കാം. ഈ കൊഞ്ച് ഇവിടെ കിടന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് കറിക്കുള്ളത് ഒഴിക്കാം. ഇപ്പം എണ്ണ അപ്പം നമ്മൾ പൊന്നാരം മുളക് കറി വെക്കാതെ എണ്ണ എടുക്കുക കേട്ടോ. എണ്ണ ഒഴിക്കാം, കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ നമ്മൾ ഒഴിക്കുന്നുള്ളേ. എന്നിട്ട് ആ ചട്ടി ഒന്ന് ചുറ്റി കൊടുക്കാം. കണ്ടോ, ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കഷ്ണം ഇഞ്ചി ഇല്ലേ, ഒരു കുഞ്ഞു കഷ്ണം അതങ്ങോട്ട് ഇടുക. അത് പെട്ടെന്ന് നോക്കും. ഈ കൂട്ടി വെച്ചിട്ട്
പെട്ടെന്ന് നമ്മൾ നോക്കും. ചെറിയൊരു ഇതാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഒരു കഷ്ണം ഉള്ളി, കൊച്ചുള്ളിയോ സവാളയോ ഞാൻ ഇതിനകത്ത് ഒരു കുഞ്ഞ് കഷ്ണം സവാള ഇട്ടേക്കുന്നത്. 2 കറിവേപ്പിലയും ഉണ്ട്. ഇത് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കണം. വഴറ്റി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്നാക്കി ആയാൽ മതി ഉള്ളി. ഇനി നമുക്ക് വരുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. കണ്ടോ, പച്ചമുളക് ഇട്ട് കൊടുത്ത് പച്ചമുളക് മൂത്ത് വരുമ്പോൾ പച്ചമുളക് ചെറുതായിട്ടൊന്ന് നമുക്ക് ഞങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നമ്മളിത് പൊടി തക്കാളിയും വടക്കമ്പുളിയും പിന്നെ ഇടുന്നോളെ. ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളെ പൊടികളായ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ്, പിന്നെ ഒരു സ്വല്പം ഉലുവാപ്പൊടി, പിന്നെ നമ്മളിടുന്നത് പറഞ്ഞാൽ മുളക് പൊടി. ഉണ്ടോ, മുളക് പൊടി ഒരു 2-2.5 സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ടേ മുളക് പൊടി. ഇത്ര ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ട് മൂപ്പിക്കാം. മൂത്ത് ആ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ തക്കാളിയും വടക്കമ്പുളി ഇട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം എടുക്കട്ടെ. നല്ലോണം ഇളക്കും. നമുക്കതിനകത്തോട്ട് തക്കാളിയും വടക്കമ്പുളിയും മുളക് മൂത്തിട്ടുണ്ട്. തക്കാളിയും വടക്കമ്പുളി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, പലഹാരത്തിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ലേശം ഉപ്പും ഇടാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. മീൻകറിക്ക് ആവശ്യമായ ഉപ്പ് ഇത്രയാണ് നമ്മൾ ഇടുന്നത്. അപ്പം നമ്മളെ കൊഞ്ച് താണ്ട കിടന്ന് റോസ്റ്റ് ആകുന്നുണ്ട്. ചോറ് താണ്ടേ വെന്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പൊടികളൊക്കെ കൊടുത്തില്ലേ, അതൊക്കെ നമുക്കൊന്ന് ഇളക്കാം. ഇളക്കിയിട്ട് നമുക്കത് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ട്. അത് നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി അത് തിളച്ച് വരണം. അപ്പം നമ്മുടെ കപ്പ താണ്ടേ കപ്പ വെന്ത് അരപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ മീനിടാൻ എടുത്ത് കാണിക്കാം. നമ്മളെ മീൻകറി താണ്ടേ നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് താണ്ടേ പൊന്നാരം കണ്ട ഓരോന്നോരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊന്നാരം മീൻ ഇട്ടിട്ട് നമ്മൾ ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ അത് പൊടിയും. അപ്പം നമുക്കത് ഇളക്കാതെ പൊടിയാതെ എടുക്കണമെങ്കിൽ നമ്മളത് തവിയിടാതെ മേളിൽ നിന്ന് ഒരു ഉപ്പ് നോക്കിയിട്ട് ചുറ്റിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. കണ്ടോ, നമ്മുടെ പൊന്നാരമ്മ എല്ലാം ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ആ അരപ്പ് കാത്തു കൊടുക്കാം. തീ കൂട്ടി വെച്ച് കൊടുക്കണം. കണ്ടോ, ഇനി ഉപ്പ് നോക്കണം. ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വേകട്ടെ. എന്നിട്ട് നമ്മൾ ആ കൊഞ്ച് കണ്ട കൊഞ്ചിലെ വെള്ളമൊക്കെ പറ്റും. ഇനി നമുക്ക് ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി മുരിച്ചെടുക്കണം. കണ്ടോ, ചെറിയ തീ കിടന്ന് മൊരിഞ്ഞ് വരണം. നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. എന്നിട്ട് നിരത്തി ഇടണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഉച്ചക്ക് ചോറൊക്കെ വെച്ചോ. കണ്ടോ, ഞാൻ അവിടെ കിടന്ന് ചെറിയ തീ മൊരിയട്ടെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പം ഇതിന് കറിയും വീഴും. ഇതെല്ലാം എന്നിട്ട് അമ്മ ഒന്നാമത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മാങ്കോടെ ഐസ്ക്രീം മേടിച്ചില്ലായിരുന്നു. നമ്മൾ അതിനകത്ത് കുറച്ച് പിന്നെ ഏത്തപ്പഴം, കുറച്ച് പിന്നെ പൈനാപ്പിൾ, പേരക്ക എല്ലാം കൂടെ അരിഞ്ഞിട്ട് വെച്ചായിരുന്നേ. ചെറുതായിട്ട് ഭയങ്കര കട്ടിയായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് കറക്കിന് വേണ്ടി അപ്പോൾ അതെല്ലാം പോയിട്ടുണ്ട് കാരണം. അപ്പോൾ നമുക്കത് കഴിക്കാം. അപ്പം ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കഴിക്കട്ടെ. ഉണ്ടോ ഇവിടെയോ.
എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ മക്കളെ? അപ്പം അമ്മ ചോറ് വിളമ്പട്ടെ. നമ്മളെ കറിയൊക്കെ നേരത്തെ വെന്തായിരുന്നുണ്ടോ? എന്ത് പിന്നെ നമ്മൾ താണ്ടെ കൊഞ്ചൊക്കെ താണ്ട് വറുത്ത് വെച്ചതുണ്ടോ? അപ്പം ചോറ് വിളമ്പാം. നമ്മളൊരു പാത്രത്തിലോട്ട് നല്ല ചൂട്. നിങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചോ? കഴിച്ചില്ലെങ്കിൽ വന്നാൽ അമ്മ ചോറ് തരാം കേട്ടോ. നല്ല ചൂട് ചോറ് കണ്ട, ചൂട് ചോറ്. നമ്മളെ സാമ്പാർ ഇരിപ്പുണ്ട് രാവിലത്തെ. കപ്പ നല്ല വെന്തുടഞ്ഞ കപ്പ കണ്ട, കുറച്ച് കപ്പയും ഇട്ട്. പിന്നെ നമ്മൾ മീൻകറി ഈ കപ്പയുടെ പുറത്തോട്ട് ചേർത്ത് മീൻകറി ഒഴിക്കാം. മീൻകറി ഒരു സൈഡിൽ നിന്ന് എടുക്കണേ. അത് ഈ പൊന്നാരം ആയതുകൊണ്ടേ പൊടിയാൻ സാധ്യതയുണ്ട്. നമുക്ക് സൈഡിൽ നിന്ന് കറി ഒഴിക്കാം. കറി ഒഴിച്ച് നമുക്ക് കുറച്ച് കൊഞ്ച് വറുത്തിടാം. കൊഞ്ച് വറുത്തത്. പിന്നെ സാമ്പാറുണ്ട്, നാരങ്ങാച്ചാറുണ്ട്. അപ്പം അമ്മയ്ക്ക് ഇത് മതി. കണ്ട, നമ്മളെ ചോറ്, കപ്പ, മീൻകറി, കൊഞ്ച് വറുത്തത്, അച്ചാറുണ്ട്, സാമ്പാറുണ്ട്. അമ്മ കഴിക്കട്ടെ. നിങ്ങളൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ചോറ് കഴിക്കട്ടെ. എല്ലാ മക്കളും രാത്രി ആഹാരം കഴിച്ചോ? അപ്പം അമ്മ സന്ധ്യയ്ക്ക് ഇതാ വിളക്കൊക്കെ കത്തിച്ചൊക്കെ വെച്ചു. പിന്നെ ചെടിയെല്ലാം വൃത്തിയാക്കി. അവിടെ എല്ലാം വെള്ളം ഒഴിച്ചില്ല. ചെടിയെല്ലാം വൃത്തിയാക്കി. പിന്നെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പം അമ്മ ഗുളിക കഴിച്ചു. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് ഇൻഫെക്ഷൻ അടിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഗുളികയൊക്കെ കഴിച്ച്. അപ്പം അമ്മയ്ക്ക് നല്ല വിശക്കുന്നു. അപ്പം നേരത്തെ ആഹാരം കഴിക്കാമെന്ന് വെച്ച്. നിങ്ങളൊക്കെ വൈകിട്ട് ചായ കുടിച്ചില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമായിരുന്നു. അപ്പം നിങ്ങളൊക്കെ ആഹാരമൊക്കെ കഴിച്ചോ? അപ്പം അമ്മ കഴിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, രാവിലത്തെ ആഹാരം തന്നെ ഉച്ചലത്തത്. നമ്മുടെ ചോറ്, കൊഞ്ച് വറുത്തത് കണ്ട, കൊഞ്ച് വറുത്തത്, പിന്നെ നാരങ്ങ അച്ചാർ, കപ്പ, മീൻകറി. അപ്പം ഇതാണ് അമ്മ കഴിക്കുന്നത്. അപ്പം അമ്മ കഴിച്ചു നോക്കാം. വാ, ഉച്ചയ്ക്ക് അമ്മ കഴിച്ച് കാണിച്ചില്ലല്ലേ. അപ്പം കുറച്ച് കപ്പ എടുത്ത് ചോറ്റിയിട്ടിട്ട് കുറച്ച് ഗ്രേവി. പൊന്നാരം ആയതുകൊണ്ടേ പൊടിയും കണ്ട, ആ ഗ്രേവി ഇട്ടങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് കപ്പ ഇട്ടങ്ങോട്ട് ഞെവിടി. പിന്നെ കൊഞ്ച്, ചെറിയ കൊഞ്ച് വറുത്തണ്ട, അതും ഇട്ടങ്ങോട്ട് ഞെവിടിയിട്ട് നമുക്ക് ഉണ്ടയാക്കാം. നല്ല ഉണ്ട അങ്ങോട്ടാക്കിയിട്ട് ഇത് അമ്മമാരെങ്ങാനും വാരിത്തരണം. ഇങ്ങനെ നല്ല ടേസ്റ്റായിരിക്കും. ഇച്ചിരി അങ്ങോട്ട് പൊന്നാരത്തിൻ്റെ മീൻ അങ്ങോട്ട് പിച്ചി അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് കുഴച്ച് ഉണ്ടയാക്കി നമ്മൾ ആ നാരങ്ങ അച്ചാറിൻ്റെ പുറത്തോട്ടൊന്ന് തൊട്ടുതാകണ്ട. ഇതേ കണക്ക് ഒരു ഉണ്ട വരട്ടി അങ്ങോട്ട് തരണോ, എന്തോ ഒരു സ്വർഗമാണെന്നറിയാം. നമ്മളിങ്ങനെ അമ്മമാരിങ്ങനെ ചോറ് ഇച്ചിരി കറി മതി ഇതിന് ഉണ്ട വരട്ടി തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. അമ്മമാരെ കൂടുതൽ അമ്മയുടെ കുഞ്ഞമ്മമാരെ കൂടുതൽ വാരി തന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം അമ്മ കഴിക്കട്ടെ. പണ്ടുള്ളവർ ഇങ്ങനെ വലിയ ചട്ടിക്കകത്ത് ചോറൊക്കെ ഇട്ടിട്ട് മക്കളെയും കൊച്ചുമക്കളെയൊക്കെ എഴുതിയിട്ട് വാരി തരുമായിരുന്നു. അമ്മയുടെ അമ്മയും അമ്മൂമ്മയും കുഞ്ഞമ്മമാരും എല്ലാം അമ്മയ്ക്ക് വാരി തന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അമ്മ കഴിക്കട്ടെ. ആ പണ്ടത്തെ രുചി കിട്ടത്തില്ല, പക്ഷെ എന്തൊക്കെയോ ഓർമ്മകൾ. ഇപ്പം നിങ്ങൾ ആഹാരം കഴിച്ചോ? അപ്പം അമ്മ ആഹാരം കഴിക്കട്ടെ. അപ്പം അമ്മയുടെ വീഡിയോ എല്ലാ മക്കളും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അമ്മ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.